വിഴിഞ്ഞം തുറമുഖ ഉദ്ഘാടന വേദിയിൽ ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ വളരെ നേരത്തെ എത്തിയിരുന്നത് ട്രോൾ ഗ്രൂപ്പുകൾക്ക് ചാകരയായി. രാഷ്ട്രീയ നേതാക്കളും ട്രോളുകളുമായി രംഗത്തെത്തി. എനിക്ക് രാവിലെ 8 മണിക്ക് തന്നെ വരാനും അറിയാം, നാണം കെട്ട സ്റ്റേജിൽ ഒറ്റയ്ക്കിരിക്കാനും അറിയാം, എനിക്ക് മുദ്രാവാക്യം വിളിക്കാനും അറിയാം, വിവരക്കേടുകൾ പറയാനും അറിയാം എന്നാണ് വി.ടി. ബൽറാമിന്റെ കുറിപ്പ്. ഞങ്ങൾക്ക് കുമ്മനടിക്കാനും അറിയാം, കുമ്മനടിക്ക് ശേഷം അവതരിപ്പിക്കുന്നത് ചന്ദ്രഹാസം. അല്പന്മാരുടെ സദസ്സ് വിഴിഞ്ഞത്തിന്റെ ശോഭ കെടുത്തി എന്നൊക്കെയാണ് കമന്റുകൾ. വിഴിഞ്ഞം ഉദ്ഘാടന വേദിയിൽ പുലിവാൽ കല്യാണ സിനിമയിലെയും ജഗതി ഇരിക്കുന്ന തരത്തിലുള്ള ട്രോളുകളും വ്യാപകമായി പ്രചരിക്കുന്നുണ്ട്. രാജീവ് ചന്ദ്രശേഖറിന് പദ്ധതിയുടെ സമർപ്പണ വേദിയിൽ ക്ഷണമുണ്ടായിരുന്നു. ഇത് പ്രകാരം അദ്ദേഹം നേരത്തെ വേദിയിലെത്തി ഇരുപ്പുറപ്പിച്ചു. ബി.ജെ.പി. അണികൾ ആവേശത്തോടെ മുദ്രാവാക്യം വിളിച്ചപ്പോൾ രാജീവും അത് ഏറ്റുവിളിച്ചു. എന്നാൽ ഇത് കണ്ട മന്ത്രി മുഹമ്മദ് റിയാസ് രാജീവിനെ പരിഹസിച്ചു. ഏതാണ്ട് 10 മണിയോടെ തന്നെ രാജീവ് ചന്ദ്രശേഖർ സ്ഥലത്തെത്തി വേദിയിൽ ഇരിപ്പുറപ്പിച്ചു. ഈ സമയം വേദിയിൽ മറ്റാരും തന്നെ ഉണ്ടായിരുന്നില്ല. സദസ്സിലിരുന്ന പൊതുമരാമത്ത് മന്ത്രി പി.എ. മുഹമ്മദ് റിയാസ് ഇക്കാര്യം ചൂണ്ടിക്കാട്ടി. മന്ത്രിമാർ പലരും സദസ്സിലാണ് ഇരിക്കുന്നത്, എല്ലാവരും വേദിയിൽ ഇരിക്കേണ്ടതില്ല. പക്ഷേ സംസ്ഥാനത്തിന്റെ ധനകാര്യമന്ത്രി പോലും സദസ്സിലാണ് ഇരിക്കുന്നത്. അപ്പോഴാണ് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ എത്രയോ നേരത്തെ വന്ന് സർക്കാർ പരിപാടി ഇരിക്കുന്നത്, സ്റ്റേജിലിരുന്ന് മുദ്രാവാക്യം വിളിക്കുന്നത്. ഇത് അല്പത്തരമല്ലേ എന്നും മന്ത്രി മുഹമ്മദ് റിയാസ് ചോദിച്ചു. പ്രധാനമന്ത്രിയുടെ ഓഫീസ് ഇടപെട്ടാണ് ഇത്തരമൊരു അവസരം നൽകിയിട്ടുള്ളത്. ഇത് ജനാധിപത്യ വിരുദ്ധമാണ്. ഇരിക്കുന്ന വ്യക്തിയെങ്കിലും ഇതിൽ അല്പം മാന്യത കാണിക്കേണ്ടേ? എന്നിട്ട് സ്റ്റേജിലിരുന്ന് മുദ്രാവാക്യം വിളിക്കുന്നു. ഇത് അല്പത്തരമല്ലേ? ഇതൊന്നും മലയാളി പൊറുക്കില്ല. ബി.ജെ.പിയും പ്രധാനമന്ത്രിയുടെ ഓഫീസും ജനാധിപത്യപരമായി തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികളോട് സ്വീകരിക്കുന്ന നിലപാടിന് ഉദാഹരണമാണ് ഒരു പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷനെ പൊതുവേദിയിലിരുത്തിയതിലൂടെ പ്രകടമാകുന്നത് എന്നും മുഹമ്മദ് റിയാസ് വിമർശിച്ചു. അതേസമയം മുഹമ്മദ് റിയാസിനെ പരിഹസിച്ചുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിലും രംഗത്തു വന്നു. നിങ്ങളുടെ സർക്കാരിന്റെ 4ാം വാർഷികത്തിന് നിങ്ങളുടെ മുന്നണിയുടെ കൺവീനർ സ്റ്റേജിൽ ഉണ്ടാകുന്നത് സ്വാഭാവികമല്ലേ എന്നാണ് രാഹുലിന്റെ പരിഹാസം. പദ്ധതിയുടെ നടത്തിപ്പിൽ ഉമ്മൻചാണ്ടിയുടെ ഓർമ്മകളെ പോലും അവഗണിക്കുന്ന സർക്കാർ നയത്തെയും രാഹുൽ മാങ്കൂട്ടത്തിൽ പരിഹസിച്ചു.